നമ്മുടേത് എന്ന വാക്കിനിത്ര സൗന്ദര്യം നമ്മളിൽ അല്ലാതെ മറ്റൊരിടത്തും ഞാൻ കണ്ടിട്ടില്ല. ചില വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടാകും. അതിൽ ഏറ്റവും മനോഹരമായൊരു വാക്കാണ് നമ്മുടേത്. എന്റെ എന്ന് പറയുമ്പോൾ അവിടെ ഒരാൾ മാത്രമാണ്. പക്ഷേ നമ്മുടേത് എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് ഹൃദയങ്ങളുണ്ട്. ഒരു സന്തോഷം രണ്ട് പേരുടെ സന്തോഷമാകുന്നു. ഒരു വേദന രണ്ട് പേരുടെ വേദനയാകുന്നു. ഒരു സ്വപ്നം രണ്ട് പേരുടെയും സ്വപ്നമാകുന്നു. അതാണ് ബന്ധങ്ങളുടെ യഥാർത്ഥ സൗന്ദര്യം. നീയും ഞാനും എന്ന അകലം മാറി നമ്മൾ എന്ന അടുപ്പമുണ്ടാകുന്നിടത്താണ് ഒരു ബന്ധം അതിന്റെ യഥാർത്ഥ സൗന്ദര്യത്തിലെത്തുന്നത്. ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിൽ നമ്മൾ കൂടുതലായി ചിന്തിക്കുന്നത് ഞാൻ എന്നതിനെക്കുറിച്ചാണ്. എന്റെ സ്വപ്നം, എന്റെ ജോലി, എന്റെ വിജയം, എന്റെ സന്തോഷം. പക്ഷേ ജീവിതത്തിൽ ഒരാൾ നമ്മുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾ മാറും. എനിക്ക് എന്തു വേണം എന്ന ചോദ്യത്തിനൊപ്പം നമുക്ക് എന്താണ് നല്ലത് എന്ന ചോദ്യവും വരും. അവിടെയാണ് ബന്ധത്തിന്റെ വളർച്ച ആരംഭിക്കുന്നത്. സ്വന്തം സന്തോഷത്തിൽ മറ്റൊരാളെയും ഉൾപ്പെടുത്താൻ തുടങ്ങുന്ന നിമിഷമാണ് യഥാർത്ഥ സ്നേഹത്തിന്റെ തുടക്കം. ഇത് എന്റേതാണ് എന്ന വാക്കിൽ അവകാശമുണ്ട്. പക്ഷേ ഇത് നമ്മുടേതാണ് എന്ന വാക്കിൽ അവകാശത്തോടൊപ്പം പങ്കാളിത്തവും ഉണ്ട്. ഒരു വീട് നമ്മുടേതാണ്. ഒരു സ്വപ്നം നമ്മുടേതാണ്. ഒരു ഓർമ്മ നമ്മുടേതാണ്. ഒരു യാത്ര നമ്മുടേതാണ്. ചിലപ്പോൾ ഒരു ചെറിയ ചായക്കപ്പ് പോലും നമ്മുടേത് എന്ന ഓർമ്മയായി മാറും. വസ്തുവിന്റെ വിലയല്ല പ്രധാനം, അതിന് പിന്നിലെ ഓർമ്മയാണ് വിലപ്പെട്ടത്. നമ്മുടെ വിജയത്തിൽ സന്തോഷിക്കുന്നവർ ഒരുപാട് പേരുണ്ടാകാം. പക്ഷേ നമ്മുടെ ചെറിയ വിജയത്തിൽ പോലും സ്വന്തം വിജയമെന്ന പോലെ സന്തോഷിക്കുന്ന ഒരാൾ, അവൾ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമാണ്. നിനക്ക് സാധിച്ചു എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ അത് വെറും അഭിനന്ദനം മാത്രമല്ല, അതിൽ സ്നേഹമുണ്ട്, അഭിമാനമുണ്ട്, പങ്കാളിത്തമുണ്ട്. നമ്മുടെ സന്തോഷം സ്വന്തം സന്തോഷമാക്കുന്നവരെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. സന്തോഷം പങ്കിടുന്നത് എളുപ്പമാണ്, പക്ഷേ വേദന പങ്കിടുക അത്ര എളുപ്പമല്ല. നമ്മുടെ ദുഃഖം കേൾക്കാൻ തയ്യാറാകുന്ന ഒരാൾ, നമ്മുടെ കണ്ണുനീർ കണ്ടപ്പോൾ മാറി നിൽക്കാതെ അരികിൽ ഇരിക്കുന്ന ഒരാൾ, അതാണ് യഥാർത്ഥ ബന്ധം. ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയില്ല, പക്ഷേ ഞാൻ കൂടെയുണ്ട് എന്ന് പറയാൻ കഴിയും. ചിലപ്പോൾ ആ ഒരു വാക്ക് തന്നെ മതി. വേദന ഇല്ലാതാക്കാൻ കഴിയാത്ത ഒരാൾ പോലും വേദനയിൽ നമ്മളെ ഒറ്റയ്ക്ക് വിടാതിരുന്നാൽ അവൻ നമ്മുടേതാണ്. ഒരു ബന്ധം ശക്തമാകുന്നത് ഒരുപോലെ ചിന്തിക്കുന്നതുകൊണ്ടല്ല, വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടും പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ അഭിപ്രായം മാത്രം ശരിയെന്ന് വാദിക്കുന്നതിനുപകരം നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം എന്താണ് എന്ന് ചോദിക്കുക. അവിടെയാണ് ബഹുമാനം, അവിടെയാണ് സ്നേഹം, അവിടെയാണ് നമ്മൾ. നീ എനിക്ക് എന്ത് നൽകും എന്ന ചോദ്യത്തിൽ സ്നേഹം കുറവാണ്. നിനക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യത്തിലാണ് യഥാർത്ഥ സ്നേഹം. ബന്ധങ്ങൾ കണക്കുപുസ്തകമാകരുത്. ഞാൻ ഇത്ര ചെയ്തു, നീ എന്ത് ചെയ്തു എന്ന് ഓരോ കാര്യവും എണ്ണിത്തുടങ്ങിയാൽ ബന്ധത്തിന്റെ സൗന്ദര്യം പതിയെ നഷ്ടപ്പെടും. സ്നേഹത്തിൽ കണക്കുകൾ കുറയുമ്പോഴാണ് മനസ്സിന്റെ അടുപ്പം കൂടുന്നത്. ജീവിതത്തിൽ നമ്മൾ മറക്കാത്തത് വലിയ സംഭവങ്ങൾ മാത്രമല്ല, ചില ചെറിയ നിമിഷങ്ങളാണ്. ഒരുമിച്ച് ചിരിച്ച ഒരു ദിവസം, ഒരുമിച്ച് നടന്ന ഒരു വഴി, ഒരുമിച്ച് കുടിച്ച ഒരു ചായ, പറയാതെ മനസ്സിലാക്കിയ ഒരു നിമിഷം, വഴക്കിന് ശേഷം വീണ്ടും സംസാരിച്ച ഒരു രാത്രി. ഇവയെല്ലാം പിന്നീട് നമ്മുടേത് എന്ന മനോഹരമായ ഓർമ്മകളായി മാറും. ബന്ധം നിലനിർത്താൻ ചിലപ്പോൾ നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരും. എല്ലാ കാര്യത്തിലും ജയിക്കണമെന്നില്ല. ചില വാദങ്ങളിൽ ജയിച്ചാലും ബന്ധം തോറ്റുപോകാം. അതുകൊണ്ട് ചിലപ്പോൾ ശരി, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ എന്ന് പറയുന്നത് തോൽവിയല്ല, ബന്ധത്തിന് മുൻഗണന നൽകുന്നതാണ്. ബന്ധം സംരക്ഷിക്കാൻ കഴിയുന്നിടത്ത് അഹങ്കാരം വിട്ടുകൊടുക്കുക. വിശ്വാസമാണ് നമ്മൾ എന്ന വാക്കിന്റെ അടിത്തറ. നമ്മുടേത് എന്ന് പറയാൻ ആദ്യം വിശ്വാസം വേണം. വിശ്വാസം ഒരു ദിവസം കൊണ്ടുണ്ടാകില്ല. ചെറിയ കാര്യങ്ങളിലൂടെ അത് വളരും. പറഞ്ഞ വാക്ക് പാലിക്കുക, രഹസ്യം സൂക്ഷിക്കുക, പിന്നിൽ കുറ്റം പറയാതിരിക്കുക, പ്രശ്നം വന്നപ്പോൾ സത്യസന്ധമായി സംസാരിക്കുക.
വിശ്വാസം ഉണ്ടെങ്കിൽ ബന്ധം സുരക്ഷിതമാകും. വിശ്വാസം നഷ്ടപ്പെട്ടാൽ നമ്മൾ എന്ന വാക്കും പതിയെ അകലും. ഒരാളെ നമ്മുടേത് എന്ന് പറയുന്നത് അവരുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നതല്ല, അവരെ നിയന്ത്രിക്കുന്നതുമല്ല, അവരുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമാകുന്നതുമല്ല. യഥാർത്ഥ സ്നേഹം പറയുന്നത്, നീ നിന്റെ സ്വപ്നങ്ങളിലേക്ക് പോകൂ, ഞാൻ നിന്നെ പിന്തുണക്കാം എന്നാണ്. സ്നേഹം ഒരു തടവറയല്ല. സ്നേഹം ഒരാൾക്ക് ചിറകുകൾ നൽകുന്നതാണ്. ചില ബന്ധങ്ങൾ ജീവിതകാലം മുഴുവൻ തുടരില്ല. ഒരിക്കൽ നമ്മുടേത് എന്ന് പറഞ്ഞ പലതും ഒരു ദിവസം ഓർമ്മകളായി മാറാം. പക്ഷേ അതുകൊണ്ട് ആ ബന്ധം വ്യാജമായിരുന്നെന്ന് അർത്ഥമില്ല. അത് ഉണ്ടായിരുന്ന സമയത്ത് അത് യഥാർത്ഥമായിരുന്നു. അത് നമ്മളെ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടാകും, നമ്മളെ വളർത്തിയിട്ടുണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ ഒരു അടയാളം വിട്ടിട്ടുണ്ടാകും. ചിലർ നമ്മുടെ ജീവിതത്തിൽ നിന്നു പോകും, പക്ഷേ അവർ നൽകിയ നമ്മുടേത് എന്ന ഓർമ്മകൾ ഒരിക്കലും പോകില്ല. നമ്മുടേത് വെറും ഒരു വാക്കല്ല, അത് ഒരു വികാരമാണ്, ഒരു ഉത്തരവാദിത്വമാണ്, ഒരു വിശ്വാസമാണ്, ഒരു സുരക്ഷിതത്വമാണ്, ഒരു ബന്ധമാണ്, ഒരു ലോകമാണ്. നമ്മുടേത് എന്ന് പറയാൻ കഴിയുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവരെ വിലമതിക്കുക. അവരുടെ സാന്നിധ്യം സ്വാഭാവികമായി ലഭിക്കുന്ന ഒന്നായി കരുതരുത്. അവരോട് സ്നേഹം പറയുക, അവരെ കേൾക്കുക, അവരെ മനസ്സിലാക്കുക, അവരുടെ സ്വപ്നങ്ങൾക്ക് പിന്തുണ നൽകുക. അവർ വീഴുമ്പോൾ കൈപിടിക്കുക. കാരണം ഒരാളെ സ്വന്തമാക്കുന്നതിലല്ല സൗന്ദര്യം, ഒരാളോടൊപ്പം നമ്മൾ ആയി മാറുന്നതിലാണ് യഥാർത്ഥ സൗന്ദര്യം. നമ്മുടേത് എന്ന വാക്കിനിത്ര സൗന്ദര്യം നമ്മളിൽ അല്ലാതെ മറ്റൊരിടത്തും ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്റെ എന്ന വാക്കിൽ എന്റെ ലോകം മാത്രമേയുള്ളൂ. പക്ഷേ നമ്മുടേത് എന്ന വാക്കിൽ നിന്റെ ലോകവും എന്റെ ലോകവും ഒരുമിച്ചൊരു ലോകമായി മാറുന്നു. നിന്റെ സന്തോഷം എന്റെ സന്തോഷമാകുന്നു, നിന്റെ വേദന എന്റെ വേദനയാകുന്നു, നിന്റെ സ്വപ്നം എന്റെ പ്രതീക്ഷയാകുന്നു. അതാണ് നമ്മൾ എന്ന വാക്കിന്റെ സൗന്ദര്യം. ജീവിതത്തിൽ അങ്ങനെ ഒരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അവരോട് പറയാൻ മടിക്കരുത്, നീ എന്റെ ജീവിതത്തിലെ ഒരാൾ മാത്രമല്ല, നമ്മുടേത് എന്ന് വിളിക്കാൻ കഴിയുന്ന എന്റെ ലോകമാണ്. എന്റേത് എന്ന് പറയുന്നതിൽ അവകാശമുണ്ട്, നമ്മുടേത് എന്ന് പറയുന്നതിൽ സ്നേഹമുണ്ട്.